ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന സീരീസിന്റെ 10ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് റൊമാൻസ് ക്യാമ്പിലുള്ള കള്ളക്കൂട്ടങ്ങൾ മാഹോങ്ജുണിനെ പറ്റിക്കുന്നതാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് തന്നെ പറ്റിച്ചു എന്ന് കരുതി മാഹോങ്ജുൺ ചവിട്ടി വാതിൽ തുറക്കാൻ ഒരുങ്ങുന്നതാണ്. പക്ഷെ അപ്പോഴേക്കും അയാൾ വാതിൽ തുറന്നിരുന്നു. അതുകൊണ്ട് വാതിലിൽ ചവിട്ട് കൊള്ളാതെ മാഹോങ്ജുൺ വീഴാനൊക്കെ പോകുന്നുണ്ട്. എന്നാൽ ഒരു വിധത്തിൽ അവൻ വീഴാതെ നിൽക്കുന്നു. മാഹോങ്ജുൺ മുഖം മൂടിയാണല്ലോ അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ചോദിച്ചു കഴിയുമ്പോൾ മാഹോങ്ജുൺ പറയുന്നത് പകരുന്ന ഒരു അസുഖം അവന് ഉണ്ട് എന്നാണ്. അത് കേട്ട് അയാൾ വിശ്വസിക്കാതിരിക്കുന്നത് പോലെ നിൽക്കുമ്പോൾ മാഹോങ്ജുൺ ചോദിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഞാനത് കാണിച്ചു തരാം. എന്നാൽ പകരുന്ന അസുഖമാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പേടിച്ച് വേണ്ട എന്ന് അയാൾ പറയുന്നു. അതിനുശേഷം താനും ഒരു സോൾ മാസ്റ്റർ ആണെന്ന് മാഹോങ്ജുൺ പറയുന്നു. അത് കേട്ട് ആ വ്യക്തി പറയുകയാണ്, ഇവിടെ ഒരുപാട് സോൾ മാസ്റ്റേഴ്സ് ഉണ്ട്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നീയും ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു സ്റ്റുഡന്റ് ആയിട്ട് തീരും. എന്നാൽ റൊമാൻസ് പ്രതീക്ഷിച്ചാണ് താൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് മാഹോങ്ജുൺ പറയുന്നു. ഉടനെ തന്നെ അയാളും പ്ലേറ്റ് മാറ്റുകയാണ്. റൊമാൻസിന്റെ കാര്യമാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, ഇവിടെ അതേ ഉള്ളൂ. അതിനുശേഷം മാഹോങ്ജുണിനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോകുന്നു. അയാളുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് തന്നെ ഇവിടെയുള്ള ആളുകൾ കള്ളന്മാരാണെന്ന് മാഹോങ്ജുണിന് മനസ്സിലാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ ഏറ്റവും മെനകെട്ടവൻ എന്ന് വിശേഷിപ്പിച്ച ബൂലിയെയാണ്. അവൻ പ്രണയത്തെ കുറിച്ചൊക്കെയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സക്സസ് ആണ് പ്രണയത്തിലേക്കുള്ള കീ എന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം അവരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും സക്സസ്ഫുൾ ആകും എന്ന് പറയുന്നു. കുട്ടികളെല്ലാവരും കൈയടിക്കുന്നു. അപ്പോഴേക്കും മാഹോങ്ജുണും അവിടെ എത്തിയിരുന്നു. അയാളെ കണ്ടു കഴിയുമ്പോൾ തന്നെ മാഹോങ്ജുണിന് ആളെ മനസ്സിലാകുന്നുണ്ട്. വെറുതെ അല്ല അവന് പരിചയം തോന്നിയത്. അവൻ അപ്പോൾ ആ സംഭവം ഓർക്കുന്നതായിട്ട് കാണിക്കുന്നു. മുമ്പൊരിക്കൽ ഇയാൾ വൂവിനോട് അപമര്യാദയായിട്ട് പെരുമാറാൻ നോക്കിയതാണ്. പക്ഷെ അയാൾക്ക് ആളെ മാറിപ്പോയി. വൂ അയാൾക്ക് ശരിക്കും പരലോകം കാണിച്ചിരുന്നു. ആകാശം മുട്ടെ പറപ്പിച്ചാണ് അയാൾ ഇടിച്ചത്. അതിനുശേഷം അയാളുടെ ബോധം പോയി കഴിയുമ്പോൾ അവരെ ഫോളോ ചെയ്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന മാഹോങ്ജുൺ ഓടി വൂവിന്റെ അടുത്ത് വന്ന് അവനെ നീ കൊന്നോ എന്ന് ചോദിച്ചു. വൂ അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ അവനെ കൊന്നിട്ടൊന്നുമില്ല. സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറാതിരിക്കാൻ അവനെ ഒരു പാഠം പഠിപ്പിച്ചതാണ്. 3 മാസത്തേക്കെങ്കിലും അവൻ കിടപ്പിലായിരിക്കും. ഇനി ഒരു സ്ത്രീയോടും അപമര്യാദയായിട്ട് ഇവൻ പെരുമാറരുത്. ഇനിയും ഇവൻ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഇവനെ ഞാൻ തീർത്തു കളയും. അതെല്ലാം ഓർത്തു കഴിയുമ്പോൾ മാഹോങ്ജുൺ ആലോചിക്കുകയാണ്, മുഖം മൂടി വന്നത് നന്നായി. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അന്ന് മാഹോങ്ജുണിന്റെ മുഖം ഇവൻ കണ്ടിട്ടുണ്ടാകില്ലല്ലോ എന്നാണ്. കാരണം അപ്പോഴേക്കും അയാളുടെ ബോധം പോയിട്ടുണ്ടായല്ലോ. മാഹോങ്ജുണിനെ സ്റ്റുഡൻസിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തിട്ട് മുഖം അവൻ എന്താണ് മൂടിയിരിക്കുന്നതെന്ന് ബൂലിയും ചോദിക്കുന്നുണ്ട്. പകരുന്ന ഒരു തരത്തിലുള്ള ചൊറി ഉണ്ടായിട്ടാണ് ഞാൻ ഇങ്ങനെ മുഖം മൂടിയിരിക്കുന്നതെന്ന് മാഹോങ്ജുൺ പറയുന്നു. മാഹോങ്ജുണിനെ നേരത്തെ സ്വീകരിച്ച വ്യക്തിയും അത് ശരിയാണ് എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ബൂലി പറയുകയാണ്, ഷോ എന്ത് ഹതഭാഗ്യനാണെന്ന് നോക്കിയേ നീ, നിനക്ക് എങ്ങനെ പെണ്ണ് കിട്ടാനാണ്? എങ്കിലും മോനെ നീ പേടിക്കണ്ട, ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി, നിനക്ക് എന്തായാലും പെണ്ണ് കിട്ടും. അതിനുശേഷം മാഹോങ്ജുണിനെ സ്വീകരിച്ച വ്യക്തി ബൂലിയോട് പറയുകയാണ്, ഇവന് പ്രത്യേക പരിഗണന കൊടുക്കണം, ഇവനൊരു സോൾ മാസ്റ്റർ കൂടിയാണ്. മാഹോങ്ജുൺ അതെല്ലാം കേട്ട് അഭിനയിച്ച് പറയുകയാണ്, ഓ സോൾ മാസ്റ്റർ ഒക്കെ ആവുന്നത് വലിയ കാര്യമാണല്ലേ. ബൂലി അപ്പോൾ ഒരു സ്റ്റുഡന്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, പിന്നല്ല, നീ ദായിരിക്കുന്ന പയ്യനെ കണ്ട, അവനൊരു സോൾ കിങ് ആണ്. ഇവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം അവന് പുറത്തോടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വേറൊന്നുമല്ല, പെണ്ണുങ്ങളെല്ലാം അവന്റെ പുറകെയാണ്. മാഹോങ്ജുൺ അതെല്ലാം കേട്ട് സന്തോഷം അഭിനയിക്കുകയും ആ സ്റ്റുഡന്റിനെ പരിചയപ്പെടുകയും ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് ഈ സോൾ കിങ് ആണെന്ന് പറഞ്ഞ സ്റ്റുഡന്റ് തന്നെ രാത്രിയിൽ ഒരുപാട് മദ്യപിച്ച് നടന്നു പോകുന്നതാണ്. പെട്ടെന്ന് ഗോസ്റ്റ് അവന്റെ അടുത്തെത്തി അവനെ തട്ടിക്കൊണ്ടു പോകുന്നു. ഗോസ്റ്റിനെ കണ്ടപ്പോൾ തന്നെ അവൻ ഒരുപാട് പേടിച്ച് അലറിയിരുന്നു. അതിനുശേഷം ബിബി ഡോങ്ങിനെ അവനെ സമർപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. ക്രിസന്തും പറയുകയാണ്, വലിയ വലിയ സോൾ മാസ്റ്റേഴ്സിനെ ഒന്നും ഗോസ്റ്റിനെ പിടിക്കാനായില്ല. കാരണം സോൾ മാസ്റ്റേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ കൈകോർത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഒരു മുൻകരുതലുകളും എടുക്കാതെ എടുത്തു ചാടി പ്രവർത്തിച്ച് എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് മാർഷൽ സോൾ ഹാളിന് തന്നെ പ്രശ്നമാകും. അതുകൊണ്ടാണ് റിസ്ക് ഒന്നും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്ന ഈ ഒരു സോൾ മാസ്റ്ററിനെ അവൻ പിടിച്ചുകൊണ്ട് വന്നത്. അതെല്ലാം കേട്ട് ബിബി ഡോങ് പറയുകയാണ്, ഓഹോ എല്ലാ സോൾ മാസ്റ്റേഴ്സും കരുതി കൂട്ടി തന്നെയാണല്ലേ, എല്ലാവരും അലേർട്ടായിട്ടിരിക്കുകയാണ്, കുഴപ്പമില്ല, അത് ഞാൻ ഡീല് ചെയ്തോളാം. വൂവിന്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നു. ക്രിസന്തും പറയുകയാണ്, അവിടേക്ക് യാണിനെയും ഷിയോണിനെയും വിട്ടിട്ടുണ്ട്. ഡെത്ത് വാലിയിൽ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം അവരുടെ ശക്തി ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നല്ല വാർത്തയുമായിട്ടായിരിക്കും അവർ തിരികെ വരിക. ബിബി ഡോങ്ങിന് അത് കേട്ട് സന്തോഷമാകുന്നു. അതിനുശേഷം ബിബി ഡോങ് പറയുകയാണ്, ഹുലീന വരുവാൻ സമയമായിട്ടുണ്ട്, അവളെ കൂട്ടിക്കൊണ്ടു വരിക. അവളും കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാം റെഡിയായി, പിന്നെ നമുക്ക് അത് തുടങ്ങാം. എന്തോ വലിയൊരു ദുഷ്ട പദ്ധതി തന്നെയാണ് ബിബി ഡോങ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് കാട്ടിലെ യാണിനെയും ഷിയോണിനെയും മാർഷൽ സോൾ ഹാളിന്റെ വലിയ ഗ്രൂപ്പിനെയുമാണ് കാണിക്കുന്നത്. അവിടെ ഒരു മൃഗം ചത്തു
കിടക്കുന്നതായിട്ട് കാണുമ്പോൾ അവർ പറയുന്നുണ്ട്, ഗ്രാൻഡ് മാസ്റ്റർ ക്രിസന്തും പറഞ്ഞത് ശരിയാണ്, സോൾ മാസ്റ്റേഴ്സ് ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. യാൺ അതിനുശേഷം അവന്റെ ശക്തി ഉപയോഗിച്ച് ആ മൃഗത്തെ എന്തോ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഷിയൂൺ അവനെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, നീ എന്താണ് ഈ കാണിക്കുന്നത്? നിന്റെ ശക്തി ഇവിടെ നീ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ അതിന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ യാണിന് അത് ഇഷ്ടമാകുന്നില്ല. ദേഷ്യത്തോടെ അവൻ പറയുകയാണ്, നിനക്കെന്താ പ്രാന്താണോ? മാർഷൽ സോൾ ഹാളിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? അപ്പോൾ മെച്യൂർ ആയിട്ടാണ് ഷിയൂൺ സംസാരിക്കുന്നത്. അവൻ പറയുകയാണ്, നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് സോൾ ബീസ്റ്റുകളെ ആക്രമിക്കാനല്ല, വൂവിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. യാണിന് അതിന് ഉത്തരം പറയാനാകുന്നില്ല. എങ്കിലും അവൻ ദേഷ്യത്തോടെ പറയുകയാണ്, ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. എന്നാൽ അപ്പോഴേക്കും സോൾ ബീസ്റ്റുകളുടെ ഒരു വലിയ ശബ്ദ തരംഗം തന്നെ അവിടെ ഉണ്ടാവുകയാണ്. മാർഷൽ സോൾ ഹാളിലുള്ളവർക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല. അവരുടെ വായിൽ നിന്നൊക്കെ രക്തം വരുന്നു. പറക്കുന്ന കുറെ സോൾ ബീസ്റ്റുകൾ ഗ്രൂപ്പായിട്ട് അതിലൂടെ പറന്നു പോകുന്നതായിട്ടും കാണുവാൻ സാധിക്കും. ഡാമിങ്ങും എർമിങ്ങും ഇപ്പോഴും വൂവിന്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് അവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കാട്ടിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ അത് എന്താണെന്ന് അന്വേഷിക്കാൻ എർമിങ് അങ്ങോട്ട് പോകാൻ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ ഡാമിങ് അവനെ പോകാൻ അനുവദിക്കുന്നില്ല. ഡാമിങ് പറയുകയാണ്, വൂവിന്റെ പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ഏറ്റവും വലുത്. വൂ അതിന്റെ ഉള്ളിൽ ഇപ്പോഴും സേഫ് ആയിട്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ടാങ്സാനെയാണ്. ടാങ്സാന ഇപ്പോഴും ബോധം വന്നിട്ടില്ല. അവർ പുറത്തെത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ടാങ്സൻ അവന്റെ സ്പിരിച്വൽ സീയിൽ ഡീമൺ ശക്തികളുമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ നടന്ന ഒരുപാട് ഓർമ്മകളും ഇതേ സമയം മിന്നിമായുന്നതായിട്ട് കാണിക്കുന്നു. തന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്തു കഴിയുമ്പോൾ അവന് സുബോധം തിരികെ കിട്ടുന്നു. പൂർവാധിക ശക്തിയോടെ അവൻ ഹാമർ പ്രയോഗിക്കുന്നു. പിന്നെ അവൻ കണ്ണു തുറക്കുന്നതാണ് കാണിക്കുന്നത്. അവൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരം ശക്തി അവന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ടാങ്സന്റെ ഫാദറും ഇതേ ശക്തി തന്നെയാണ് അവന് കാണിച്ചു കൊടുത്തത്. അത് വേറെ ആരും ആയിരുന്നില്ല, ഹുലീനയായിരുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഡൊമൈനും പുറത്തു വരുന്നുണ്ട്. അവളെ അവിടെ കണ്ടു കഴിയുമ്പോൾ ടാങ്സൻ അവന്റെ മുഖംമൂടിയാണ് നോക്കിയത്. ഹുലീന അപ്പോൾ പറയുകയാണ്, ഞാനത് ഊരി മാറ്റി നോക്കിയിട്ടൊന്നുമില്ല, നിന്റെ അനുവാദമില്ലാതെ ഒരിക്കലും ഞാൻ അത് ഊരില്ല. അപ്പോ ഇത്രയും നേരം തനിക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് നിന്ന് തന്റെ ജീവൻ രക്ഷിച്ചതിനൊക്കെ ടാങ്സാൻ നന്ദി പറയുമ്പോൾ ഹുലീന പറയുകയാണ്, നീയും ഒരു പ്രാവശ്യം എന്റെ ജീവൻ രക്ഷിച്ചതല്ലേ, അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈക്വൽ ആണെന്ന് കരുതിയാൽ മതി. ടാങ്സാൻ പറയുകയാണ്, ശരിയാണ്, ഇപ്പോൾ നമ്മൾ ഈക്വൽ ആയിരിക്കുന്നു, ഇനി ഒരിക്കലും നമ്മൾ ഇതേപോലെ ഒരുമിച്ചായിരിക്കില്ല. അത് കേട്ട് ഹുലീനയ്ക്ക് അല്പം വിഷമമാകുന്നുണ്ട്. അവൾ ചോദിക്കുകയാണ്, ഞാൻ മാർഷൽ സോൾ ഹാളിൽ നിന്നുള്ളതായതുകൊണ്ടാണോ നീ അങ്ങനെ പറഞ്ഞത്? ടാങ്സാൻ പറയുകയാണ്, അതെ, ഞാൻ ഹോത്തിയാൻ സെക്റ്റിൽ നിന്നുള്ളതാണ്. പക്ഷേ അതിലുപരി മാർഷൽ സോൾ ഹാൾ അവരുടെ ദുഷ്ടപ്രവൃത്തികൾ ഇനിയും തുടരുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ശത്രുക്കളായിരിക്കും. അത് കേട്ട് ഹുലീനയ്ക്ക് വിഷമമാകുന്നുണ്ട്. നേരത്തെ തന്നെ അവൾക്ക് ടാങ്സാനോട് ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു, ടാങ്സാൻ ആണെന്ന് അറിയാതെ. അതിനുശേഷം ടാങ്സാൻ അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ നിന്റെ മുഖം ഓർത്തു വെക്കാനാണ് എന്ന് പറഞ്ഞ് ഹുലീന അവന്റെ മുഖംമൂടി ഊരുവാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടാങ്സാൻ അവളെ തടഞ്ഞു. അതിനുശേഷം ഒരുപാട് വിഷമത്തോടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ടാങ്സാനെ ഹുലീന നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ക്രിസന്തുവും ഗോസ്റ്റും അവിടെ എത്തി. ബീബി ഡോങ് നിന്നെ കാത്തിരിക്കുകയാണ്, നീ ജയിക്കുമെന്നറിയാമായിരുന്നു, നിന്നെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെ വിട്ടതെന്നൊക്കെ പറയുന്നു. ഹുലീന അപ്പോൾ അവളുടെ വിഷമം എല്ലാം മാറ്റി അവരുടെ കൂടെ പോകാൻ ഒരുങ്ങുന്നു. ടാങ്സാൻ ആകട്ടെ നടന്നു പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരോ അവനെ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുന്നു. ഉടനെ തന്നെ അവൻ പറയുന്നുണ്ട്, ഹുലീന, ഞാൻ നിനക്ക് ഒരുപാട് വാണിംഗ് തന്നതാണ്, ഇതെന്റെ ലാസ്റ്റ് വാണിംഗ് ആണ്. അതും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് തിരിയുന്ന സമയത്ത് അവന്റെ ഡീമൺ ഡൊമൈൻ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. എന്നാൽ അവന്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന ശക്തി അവനെ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. അത് ഹുലീന അല്ല എന്ന് അതുവഴി അവന് മനസ്സിലാകുന്നു. നോക്കുമ്പോഴാണ് അതവന്റെ ഫാദർ ആയിരുന്നു. ഫാദറിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ടാങ്സൻ വിജയിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവനിപ്പോൾ 2 ഡൊമൈൻ ഉണ്ട്. ടാങ്സാന്റെ ഫാദർ പറയുകയാണ്, ഇനി നിന്റെ ശക്തി വർദ്ധിക്കും, നിന്റെ എതിരാളിയുടെ ശക്തി കുറയും, നിന്റെ ലെവലിലുള്ള ആർക്കും നിന്നെ എതിർത്ത് നിൽക്കാനാകില്ല. ടാങ്സാൻ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, ഇനി എനിക്ക് വൂവിന്റെ അടുത്തേക്ക് പോകാമോ, എന്റെ അമ്മയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാമോ? എന്നാൽ അപ്പോഴും ടൈം ആയിട്ടില്ല എന്നാണ് ടാങ്സാന്റെ ഫാദർ പറയുന്നത്. അത് കേട്ട് ടാങ്സാന്റെ കണ്ണ് ചുവപ്പ് നിറമാകുകയും പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നും ചോദിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് അവന്റെ പ്രശ്നം. ടാങ്സന്റെ ഫാദർ ഇതേ സമയം അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. നിന്റെ കില്ലിംഗ് ഇന്റന്റ് കൺട്രോൾ ചെയ്യാനാകാതെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിനക്ക് കൺട്രോൾ ചെയ്യാനായില്ലെങ്കിൽ സോൾ മാസ്റ്റേഴ്സിന്റെ ഇടയിൽ നിനക്കത് മറച്ചു വെക്കാനാകില്ല. ഡീമൺ ഡൊമൈൻ ആർജിച്ചപ്പോൾ എല്ലാം തികഞ്ഞു എന്നാണോ നീ കരുതുന്നത്? ഇപ്പോഴും ബഹുദൂരം പുറകിലാണ് നീ. അതിനുശേഷം ടാങ്സന്റെ ഫാദർ അവിടുന്ന് പോയി കഴിയുമ്പോൾ അവനും പതുക്കെ കൂൾ ആകുന്നു. ടാങ്സന്റെ ഫാദർ പറഞ്ഞത് ശരിയാണ് എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം അവനും ഫാദറിന്റെ പുറകെ പോകുന്നു. ഇതേ സമയം തന്നെ വൂവിന്റെ
ഓറ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ആകുലതയോടെ എർമിങ് പറയുകയാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് അവൻ ചോദിക്കുന്നു. ഉടനെ തന്നെ ടാങ്സാനും അത് മനസ്സിലാകുന്നുണ്ട്. വു വലിയ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി ടാങ്സാൻ അവന്റെ ഒരുപാട് ശക്തികൾ കൊടുത്തുകൊണ്ട് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വു ഇപ്പോൾ ഉള്ള സ്ഥലത്താകട്ടെ ടാങ്സാന്റെ ആ പ്രവൃത്തി മൂലം ഒരുപാട് ബ്ലൂ സിൽവർ പ്ലാന്റുകൾ വിരിയുകയും അതിൽ നിന്ന് ഒരുപാട് ശക്തി വൂവിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഡാമിങ്ങും എർമിങ്ങും ഒക്കെ കാണുന്നുണ്ട്. ബ്ലൂ സിൽവർ പ്ലാന്റ് വൂവിനെ നന്നായിട്ട് പൊതിയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വൂ ആകട്ടെ ഇതേ സമയം അമ്മയുടെ പേര് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ഓർമ്മകളാണ് ഇതേ സമയം അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അമ്മ മരിച്ച ദിവസത്തെ ഓർമ്മകൾ. അവർ മാർഷൽ സോൾ ഹാളിന്റെ ആളുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം രണ്ട് വഴികൾ പിരിയുന്ന ഒരു സ്ഥലത്ത് അവരെത്തുന്നു. ഇടത്തെ സൈഡിലെ വഴിയിലൂടെയാണ് അവർ പോകുന്നത്. അത് അവരെ കൊണ്ടുചെന്നെത്തിച്ചത് ഒരു ഗുഹയിലായിരുന്നു. ഇതേ സമയം വൂവിന്റെ അമ്മ വൂവിനെ കെട്ടിപ്പിടിച്ചതിന് ശേഷം ഞാൻ അവരെ വഴി തിരിച്ചു വിടാമെന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുന്നു. വൂ അപ്പോൾ കരഞ്ഞുകൊണ്ട് അമ്മയോട് പോകണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് അവൾക്കും കൂടി ആപത്താണ് എന്ന് മനസ്സിലാക്കി അമ്മ അവളോട് പറയുന്നുണ്ട്, നല്ല കുട്ടിയായിട്ട് പറയുന്നത് കേൾക്കൂ, ഞാൻ ദേ ഇപ്പൊ തന്നെ വരാം, ഞാൻ വരുന്നത് വരെയും കാത്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫേമസ് ആയിട്ടുള്ള ചീപ്പും കൊടുത്തുകൊണ്ടാണ് വൂവിന്റെ അമ്മ അവിടുന്ന് പോകുന്നത്. എന്നാൽ അധിക ദൂരമൊന്നും വൂവിന്റെ അമ്മക്ക് പോകാനായില്ല. വൂവിനെ കാണാൻ പറ്റാവുന്ന ദൂരത്തിൽ വെച്ച് മാർഷൽ സോൾ ഹാളിലെ ആളുകളുടെ ആക്രമണം ഏറ്റു വീഴുകയാണ് വൂവിന്റെ അമ്മ. വൂ അപ്പോൾ അമ്മയെന്ന് വിളിച്ച് ഉച്ചത്തിൽ നിലവിളിച്ച് കരയുന്നുണ്ട്. വൂവിന്റെ അമ്മയാകട്ടെ അവളോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നു. അതെല്ലാം കണ്ട് ആകെ പേടിച്ചു പോയ വൂ ഓടി ആ ഗുഹയിൽ വീണ്ടും ഒളിച്ചിരിക്കുകയായിരുന്നു. ഇതെല്ലാം ഓർത്തതുകൊണ്ടാണ് സോൾ റിംഗ് കൺവേർഷൻ നടക്കുന്ന സമയത്ത് അമ്മയുടെ പേര് അവൾ തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ആ ഒരു സംഭവം വീണ്ടും റിപ്പീറ്റ് ആയിട്ട് നടക്കുകയും അവളെ വീണ്ടും ആ ഒരു സംഭവം വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നേരത്തെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ രണ്ടു വഴികളുള്ള ആ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ രണ്ടാമത്തെ വഴിയിലൂടെയാണ് ഇപ്രാവശ്യം വൂ അമ്മയെയും കൂട്ടി പോകുന്നത്. എന്നാൽ അവസാനം എത്തിച്ചേരുന്നത് ആ ഗുഹയിൽ തന്നെയാണ്. അതായത് അതൊരിക്കലും മാറാൻ പോകുന്നില്ല. എന്നാൽ ഇപ്രാവശ്യം വ്യത്യാസമായിട്ട് അവൾ ഓടിപ്പോയി ഒളിച്ചിരുന്നില്ല. അമ്മയുടെ അടുത്ത് പോയി അമ്മ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞു. എന്നാൽ അപ്പോഴേക്കും അമ്മ മരിച്ചു പോയിരുന്നു. ഈ സംഭവങ്ങളൊക്കെ ശരിക്കും ഇതേപോലെ തന്നെ ആയിരിക്കില്ല അവളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവുക. ഒരുപക്ഷെ അതിന് സമാനമായിട്ടുള്ള രീതിയിലായിരിക്കാം. സോൾ റിംഗ് കൺവേർഷൻ നടക്കുകയാണല്ലോ, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കാം ഇങ്ങനത്തെ ഓർമ്മകൾ. ടാങ്സാൻ അവളെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടാങ്സാൻ അവളോട് ഉറങ്ങിപ്പോകല്ലേ എന്ന് പറയുന്നുണ്ട്. എർമിങ്ങും ഡാമിങ്ങും അത് തന്നെയാണ് പറയുന്നത്. ഉറക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സോൾ കൺവേർഷൻ സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ സാധിക്കില്ല എന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല ബ്ലൂ സിൽവർ പ്ലാന്റ് അവളെ പൊതിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഡാമിങ് പറഞ്ഞിരുന്നു ടാങ്സാൻ എങ്കിലും അവളെ സഹായിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. ടാങ്സാൻ ആകട്ടെ ഒരുപാട് ശക്തികൾ പ്രയോഗിച്ചത് കൊണ്ട് തന്നെ തളർന്നു വീഴുന്നു. എന്നാൽ അപ്പോഴേക്കും അവന്റെ ഫാദർ താങ്ങി പിടിക്കുകയും അയാളുടെ ശക്തി ഉപയോഗിച്ച് ടാങ്സാനെ ഹീൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ബേബി ഡോങ്ങിന്റെ അടുത്താണെങ്കിൽ ഇതേ സമയം യാണും ഷിയോണും എത്തി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അവർക്ക് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. എല്ലാ തെറ്റുകളും ഷിയോൺ ഏറ്റെടുത്തുകൊണ്ട് എന്ത് പണിഷ്മെന്റ് സ്വീകരിക്കാനും തയ്യാറാണെന്ന് പറയുന്നു. ബേബി ഡോങ് അപ്പോൾ പറയുകയാണ് യൂഷി പറഞ്ഞത് ശരിയാണ്. അപ്പോഴേക്കും ഡീമൺ ഡൊമൈന്റെ ശക്തി അവിടെ എല്ലാവർക്കും അനുഭവപ്പെടുകയാണ്. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഡീമൺ ഡൊമൈനുമായിട്ട് വരുന്ന ഹുലീനയെയാണ്. യാണും ഷിയോണും ഒക്കെ അവളെ അഭിനന്ദിക്കുന്നുണ്ട്. എന്നാൽ വലിയ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് അവരെ മൈൻഡ് ചെയ്യാതെ ഹുലീന ബേബി ഡോങ്ങിനെ വണങ്ങിയതിനു ശേഷം മാസ്റ്ററിന്റെ ഭാരം ഷെയർ ചെയ്യാൻ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. യാണും ഷിയോണും ഒക്കെ അപ്പോൾ ഹുലീനയോട് പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയാമായിരുന്നു നീ വിജയിച്ചേ തിരിച്ചു വരുള്ളൂ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ അതിനും ഹുലീന ഉത്തരം പറയുന്നതായിട്ട് കാണിക്കുന്നില്ല. എന്നാൽ അവരോട് ദേഷ്യമില്ല എന്ന രീതിയിലൊന്ന് ചിരിക്കുന്നുണ്ട്. ബേബി ഡോങ്ങിനാകട്ടെ അവൾ തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനുശേഷം ഒരുപാട് പ്രതീക്ഷകളോടെയാണ് വൂവിനെ പിടിക്കാനുള്ള ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കുന്നത്. കുറച്ചു ദിവസത്തേക്ക് കാട്ടിൽ തന്നെ തുടരുക, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സോൾ ബീസ്റ്റുകളുടെ ആ പ്രശ്നം ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് വീണ്ടും പ്രവർത്തനം തുടങ്ങിയാൽ മതി. പിന്നെ കാണിക്കുന്നത് ബോധമില്ലാത്ത ടാങ്സാനെയും തീയിട്ട് അതിന്റെ അടുത്ത് നിൽക്കുന്ന ടാങ്സാന്റെ ഫാദറിനെയുമാണ്. പെട്ടെന്ന് ബോധം വന്ന ഉടനെ തന്നെ വൂവിനെ കണ്ടുപിടിക്കാൻ പോകാൻ ഒരുങ്ങുകയാണ്. ടാങ്സാന്റെ ഫാദർ അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു. വൂവിനെ കണ്ടുപിടിക്കാനാണെന്ന് പറയുമ്പോൾ ടാങ്സാന്റെ ഫാദർ അതിന് സമ്മതിക്കുന്നില്ല. വൂ ഇപ്പോൾ അപകടത്തിലാണ്, ഞാൻ ഇതേപോലെ അപകടത്തിലായിരുന്ന സമയത്തൊക്കെ അവൾ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് ടാങ്സാൻ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ ടാങ്സാന്റെ ഫാദർ പറയുകയാണ്, നീ നരകത്തിന്റെ പാത അതിജീവിച്ചതുപോലെ തന്നെ അവളും ഈ അപകടങ്ങളെയൊക്കെ സ്വയം അതിജീവിക്കണം. നീ ചെയ്യാനുള്ളതൊക്കെ നീ ചെയ്തിട്ടുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ ശക്തി ഒരുപാട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സോൾ റിംഗ് കൺവേർഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ടാങ്സാന്റെ ഫാദർ ചുമച്ചും പോകുന്നുണ്ട്.
അത് കണ്ട് ഫാദറിന്റെ അടുത്ത് വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പതുക്കെ മയങ്ങി ടാങ്ക്സൺ ചോദിക്കുകയാണ്, സോൾ ബീസ്റ്റുകളെ കുറിച്ചൊക്കെ അച്ഛന് നന്നായിട്ട് അറിയാമല്ലോ, അച്ഛൻ ഇതിനൊക്കെ നേരിട്ട് സാക്ഷ്യം വഹിച്ചത് കൊണ്ടാണോ ഇത്ര കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത്? അവന്റെ അമ്മയെ കുറിച്ചൊക്കെ അറിയാനുള്ള സമയം ഇതുവരെയും ആയിട്ടില്ല എന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ടാണ് കൗശലപൂർവ്വം ഇങ്ങനെ ചോദിക്കാമെന്ന് കരുതിയത്. ടാങ്ക്സാന്റെ ഫാദർ ആകട്ടെ ആ ചോദ്യം കേട്ട ഉടനെ തന്നെ പഴയ ഒരു ഓർമ്മയിലേക്കാണ് പോകുന്നത്. അന്ന് ടാങ്ക്സാന്റെ അമ്മ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടാങ്ക്സാന്റെ ഫാദർ ആകട്ടെ കണ്ണെടുക്കാതെ ടാങ്ക്സാന്റെ അമ്മയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അത് കണ്ട് ടാങ്ക്സാന്റെ അമ്മ ചോദിച്ചു, നിങ്ങൾ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് സ്വസ്ഥമായിട്ട് കൾട്ടിവേഷൻ ചെയ്യുക? ടാങ്ക്സാന്റെ ഫാദർ അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ടാങ്ക്സാന്റെ അമ്മ പറഞ്ഞു, വേണ്ട വേണ്ട, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ. നിങ്ങളെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ സെൽഫ് കൺട്രോളിന് വേണ്ടിയുള്ള കൾട്ടിവേഷൻ ഒക്കെ ചെയ്യാൻ സാധിക്കും. അത് കേട്ട് കഴിയുമ്പോൾ ടാങ്ക്സാന്റെ ഫാദർ ചിരിക്കുന്നുണ്ട്. ടാങ്ക്സാന്റെ അമ്മയും ഒപ്പം ചിരിക്കുന്നു. ടാങ്ക്സാൻ വിളിക്കുമ്പോഴാണ് ടാങ്ക്സാന്റെ ഫാദർ സുബോധത്തിലേക്ക് തിരികെ വരുന്നത്. അതിനുശേഷം ടാങ്ക്സാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത് താൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ആ യാത്രക്കിടയിൽ ചിലപ്പോഴൊക്കെ ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ സാധിക്കുന്നത് എന്ന് ടാങ്ക്സാന്റെ ഫാദർ നുണ പറയുന്നു. ടാങ്ക്സാന് അത് നുണയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇപ്പോഴേ ഒരു ഏകദേശ ധാരണ അവനെ എല്ലാത്തിനെ കുറിച്ചും കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോഴാണ് എവിടെന്നോ പറന്നു വന്ന 2-3 കിളികൾ അവർ ഇരിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള മരത്തിൽ വന്നിരുന്ന കലപില ശബ്ദം ഉണ്ടാക്കുന്നത്. ടാങ്ക്സാന് ആദ്യം ആ ശബ്ദം കേട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എങ്കിലും അല്പം കഴിയുമ്പോൾ തന്നെ അവന് ദേഷ്യം അടക്കാനാവാതെ പെട്ടെന്ന് ആ കിളിയെ ആക്രമിക്കുകയാണ്. മുമ്പത്തെ ടാങ്ക്സാൻ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടില്ലായിരുന്നു. പക്ഷേ ഡീമൺ ഡൊമൈൻ അബ്സോർബ് ചെയ്തതിന് ശേഷമുള്ള പ്രശ്നമാണിത്. ടാങ്ക്സാന്റെ ഫാദർ അവനെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, ഡീമൺ ഡൊമൈൻ ആർക്ക് വേണമെങ്കിലും സ്വന്തമാക്കാം, പക്ഷെ അത് കൺട്രോൾ ചെയ്യുന്നതിലാണ് നിന്റെ വിജയം ഇരിക്കുന്നത്. നിനക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിന്റെ ശത്രുക്കൾ അത് മാനിപ്പുലേറ്റ് ചെയ്യുകയും നീ പരാജയപ്പെടാനും നിന്നെ സ്നേഹിക്കുന്നവർ അതുമൂലം ഒരുപാട് വേദനിക്കാനും കാരണമാകും. ടാങ്ക്സാൻ അപ്പോൾ തനിക്കത് മനസ്സിലായി എന്ന് പറയുന്നു. എന്നാൽ ടാങ്ക്സാന്റെ ഫാദർ പറയുകയാണ്, ഇല്ല, നിനക്കത് മനസ്സിലായിട്ടില്ല, നീ തീർച്ചയായും ഇത് പഠിക്കണം. പിന്നെ കാണിക്കുന്നത് മാഹോങ് ജുൺ ആ സ്കൂളിൽ ഇരുന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവനോട് സംസാരിച്ച സ്റ്റുഡന്റിനെ കാണാതിരിക്കുമ്പോൾ മറ്റൊരു സ്റ്റുഡന്റിനോട് അതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റുഡന്റ് പറയുകയാണ്, കഴിഞ്ഞ ദിവസം മുതൽ അവനെ കാണാനില്ല, ഇവിടെ കുറെ നാളായിട്ട് സോൾ മാസ്റ്റേഴ്സ് എല്ലാം മിസ്സിംഗ് ആണ്. ഇന്നലെ ഗോസ്റ്റ് പിടിച്ചുകൊണ്ടുപോയ ആ സ്റ്റുഡന്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോഴേക്കും ബൂലി അവിടെ എത്തിയിട്ട് പറയുകയാണ്, അവൻ നന്നായിട്ട് പഠിച്ച് ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിയവനായിരുന്നു, എന്ത് ചെയ്യാൻ, പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷമായില്ലേ. നീ പേടിക്കണ്ട, ഇനി ആ സ്ഥാനത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുവരും. മാഹോങ് ജുണിന് അത് കേട്ട് ഒരുപാട് സന്തോഷമാകുന്നു. ഇതൊക്കെ അവന്റെ അഭിനയമാണ്. മാഹോങ് ജുൺ അതിനുശേഷം ചോദിക്കുകയാണ്, ഞാൻ അതിൽ പരാജയപ്പെട്ടാലോ? നീ പരാജയപ്പെടാനൊന്നും പോകുന്നില്ല, പരാജയപ്പെട്ടാൽ നിനക്ക് ഞാൻ മറ്റൊരു ചാൻസ് തരും. പിന്നെ കാണിക്കുന്നത് എല്ലാം കണ്ടു പഠിക്കുന്നതിന് വേണ്ടി ബൂലി മാഹോങ് ജുണിനെയും കൂട്ടി ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നതാണ്. അവിടെ ബൂലിയുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീക്കാണെങ്കിൽ ബൂലിയോട് കടുത്ത പ്രണയമാണ്. തനിക്കെന്തോ പരിക്ക് പറ്റിയതുപോലെയാണ് ബൂലി ആ സ്ത്രീയുടെ മുമ്പ് നിൽക്കുന്നത്. അവന്റെ ശരീരത്തിൽ ചോരയുടെ പാടുകളൊക്കെ ഉണ്ട്. കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതായിരിക്കണം അതെല്ലാം. നിങ്ങൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ടിരിക്കുകയാണോ? നിങ്ങളുടെ സഹോദരനാണോ നിങ്ങളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തത്? ഉടനെ തന്നെ ആ സ്ത്രീയുടെ വായ പൊത്തിയിട്ട് ബൂലി പറയുകയാണ്, ഞാൻ ആരാണെന്നുള്ള രഹസ്യം ആരോടും നീ വെളിപ്പെടുത്തരുത്. മാഹോങ് ജുണിനെ ശരിക്കും അതെല്ലാം കണ്ട് ബോറടിക്കുന്നുണ്ട്. ബൂലി ആണെങ്കിൽ കണ്ടു പഠിക്കൂ എന്ന രീതിയിൽ മാഹോങ് ജുണിനെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ മുഖമെല്ലാം മൂടി അവിടെ ഇരിക്കുന്ന മറ്റൊരു സ്ത്രീയെ കാണിക്കുന്നുണ്ട്. ആ സ്ത്രീയും ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. പക്ഷെ അവരുടെ പേര് ഇപ്പോൾ പറയുന്നില്ല, കാരണം മുഖവും കാണിക്കാത്തത് കൊണ്ട് പേരും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേക്കും ബൂലിയുടെ ആളുകൾ അവിടെ എത്തി ബൂലിയെ രാജാവേ എന്ന് വിളിക്കുന്നു. അതായത് ആ സ്ത്രീയോട് ബൂലി നുണ പറഞ്ഞിരിക്കുന്നത് താനൊരു രാജാവാണ് എന്നാണ്. അയാളുടെ ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു വലിയ രീതിയിൽ എന്തൊക്കെയോ തള്ളി മറിച്ചിട്ടുള്ള നിൽപ്പാണെന്ന്. അതിനുശേഷം അവർ പറയുകയാണ്, പാവങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ സ്വത്ത് മുഴുവനും വിറ്റ് കളഞ്ഞില്ലേ, ഇപ്പോൾ അങ്ങയുടെ സഹോദരൻ അങ്ങയെ ആക്രമിക്കാൻ വരികയാണ്. പണമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്കും അങ്ങയെ സഹായിക്കാനാകില്ല. അതിനുശേഷം അവരോടൊന്ന് പോയി കഴിയുമ്പോൾ ബൂലി ആ സ്ത്രീയോട് പറയുകയാണ്, നീയും ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നീയും ദുരിതത്തിലാകും. അപ്പോൾ ആ സ്ത്രീ അവളുടെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ഒരു മാല കൊടുത്തിട്ട് പറയുകയാണ്, ഇത് സ്ത്രീധനമായിട്ട് കരുതിയാൽ മതി, ഇത് ഉപയോഗിച്ച് നമുക്ക് രക്ഷപ്പെടാം. ആദ്യം ബൂലി, ഓ എന്തിനാ ഇതൊക്കെ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ അറിയാമല്ലോ അവൾ നിർബന്ധിക്കുമെന്ന്. ശേഷം അവൻ പ്രതീക്ഷിച്ചതുപോലെ ആ മാല ബൂലിക്ക് അവൾ കൊടുക്കുകയും ബൂലി അവളോട്, നീ ശരിക്കും നന്മയുള്ളവളാണ്, നിന്നെ കിട്ടിയതിന്റെ ഭാഗ്യമാണെന്നൊക്കെ പുകഴ്ത്തി പറയുന്നു. അതെല്ലാം മാഹോങ് ജുണിന് കാണിച്ചു കൊടുക്കുമ്പോൾ മാഹോങ് ജുൺ ആത്മകഥം ചെയ്യുന്നുണ്ട്. നാണമില്ലാത്തവൻ, നിന്റെ പല്ല് ഞാൻ അടിച്ചു കുടിക്കുമെന്ന് പറഞ്ഞ് മാഹോങ് ജുൺ അവനെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ കണ്ട മുഖമെല്ലാം മൂടിയ സ്ത്രീ പാഞ്ഞു വന്ന് ബൂലിയുടെ മുഖത്തൊരടി കൊടുക്കുകയാണ്. അതിനുശേഷം ബൂലിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ സ്ത്രീയോട് പറയുന്നുണ്ട്. അവൻ നിന്നെ പറ്റിക്കുകയാണ്, അവന്റെ ഡ്രസ്സ് നോക്കൂ, ചെരുപ്പ് നോക്കൂ, എല്ലാം ലോക്കൽ സാധനങ്ങളാണ്, രാജാക്കന്മാർ ഉപയോഗിക്കുന്നത് വിലപിടിപ്പുള്ള സാധനങ്ങളാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അവളെ
പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ബൂലിയെ തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ് ആ സ്ത്രീ. ഉടനെ തന്നെ മുഖം മൂടിയ ആ സ്ത്രീ മുഖം വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ് അയാളുടെ ദേഹത്തുള്ള ചോര പോലും കൃത്രിമമാണ്. മാഹോങ്ജുണും അവിടെ എത്തി അതെല്ലാം സത്യമാണെന്ന് പറയുന്നു. അതിനുശേഷം ബൂലിയുടെ ബുക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ ബുക്കിൽ ഈ സ്ത്രീയുടെ പടം ഉണ്ടായിരുന്നു. വളക്കാൻ എളുപ്പമുള്ള സ്ത്രീ എന്ന് അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ അത് കണ്ട് ദേഷ്യത്തോടെ വളക്കാൻ എളുപ്പമുള്ള സ്ത്രീ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബൂലിയുടെ മുഖത്തടിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നു. ബൂലി അപ്പോൾ എളുപ്പമല്ല, ഡിഫിക്കൽട്ട് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ സ്ത്രീ അവരുടെ മുഖം വെളിപ്പെടുത്തിയല്ലോ. ഇവിടെയൊന്നും അവരുടെ പേര് പറയുന്നില്ല എങ്കിലും ഞാൻ ഇവിടെ പേര് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സ്ത്രീ എജിലിറ്റി ക്ലാനിൽ നിന്ന് വരുന്നതാണ്. ബായ് ചെൻ ഷിയാങ് എന്നാണ് ഈ സ്ത്രീയുടെ പേര്. എളുപ്പത്തിനു വേണ്ടി ഞാൻ ബായ് ചെൻ എന്ന് വിളിക്കുന്നുള്ളൂ. അപ്പോഴേക്കും ബൂലിയുടെ ആളുകളും അങ്ങോട്ട് വരുമ്പോൾ ബൂലി ബായ് ചെന്നിനെ പിടിക്കാൻ പറയുന്നു. എന്നാൽ ബായ് ചെൻ അവരിൽ നിന്നെല്ലാം സമർത്ഥമായിട്ട് ഒഴിഞ്ഞു മാറിയിരുന്നു. മാഹോങ്ജുൺ ആകട്ടെ അവന്റെ ശക്തി ഉപയോഗിച്ച് ബൂലിയുടെ ആളുകളെ എല്ലാം ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. എന്നെ പിടിക്കുന്നത് സ്വപ്നം കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പറന്നു പോകുന്നു. അത് കണ്ടു കഴിയുമ്പോൾ തന്നെ അവൾ ഒരു എയർബോൺ സോൾ മാസ്റ്റർ ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. മാഹോങ്ജുൺ അപ്പോൾ ഞാനും ഒരു എയർബോൺ സോൾ മാസ്റ്റർ ആണെന്ന് പറഞ്ഞ് അവന്റെ മുഖം കാണിക്കുന്നു. ബൂലിക്ക് അവനെ കണ്ട് മനസ്സിലായി എന്നാണ് തോന്നുന്നത്. മാഹോങ്ജുൺ അതിനുശേഷം പറയുകയാണ് വൂ നിനക്ക് വാണിംഗ് തന്നു വിട്ടതല്ലേ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി എന്തെങ്കിലും ഇതേപോലെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അരിഞ്ഞു കളയും ഞാൻ. അപ്പോഴേക്കും അവർ അവിടെ നിന്ന് ഓടി പോകുന്നു. മാഹോങ്ജുൺ ആകട്ടെ ചൂടുള്ള ബണ്ണും വൈനും ഓർഡർ ചെയ്യുന്നു. അതിന്റെ ചൂടാറുന്നതിന് മുമ്പേ അവരുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ട് വരാമെന്നും പറയുന്നു. വേറൊന്നുമല്ല മാഹോങ്ജുൺ ചെയ്തത്, അവരെ ഒരു വണ്ടിയിൽ ബന്ധനസ്ഥിതിയിലാക്കി റോട്ടിലൂടെ കൊണ്ടുപോകുന്നു. അതിനുശേഷം അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും നാട്ടുകാരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. അവർ കള്ളന്മാരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അവരപ്പോൾ മാഹോങ്ജുണിന്റെ കാല് പിടിക്കുന്നത് പോലെ അപേക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേറെ വരുമാന മാർഗം ഒന്നുമില്ല. ചില സോൾ മാസ്റ്റേഴ്സ് കാശ് തരുന്നതിന് മുമ്പേ മിസ്സിംഗ് ആയി. ഇപ്പോഴേ കുറച്ച് സ്റ്റുഡൻസ് ഉള്ളൂ. ഇതുകൂടി ആയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരെ കുറിച്ചുള്ള സത്യങ്ങൾ നാട്ടുകാർ മനസ്സിലായി കഴിഞ്ഞപ്പോൾ നാട്ടുകാർ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ കൊണ്ട് അവരെ എറിഞ്ഞിരുന്നു. അതിനുശേഷം അവരുമായിട്ട് തന്നെ ആ റെസ്റ്റോറന്റിൽ വന്ന് ബണ്ണും വൈനും കുടിച്ചതിന് ശേഷം മാഹോങ്ജുൺ ചോദിക്കുകയാണ് ഇതുവരെയും തീർന്നിട്ടില്ല, നിങ്ങളുടെ ബിസിനസ് തകർന്നു. പക്ഷേ എനിക്കറിയേണ്ടത് മറ്റൊരു കാര്യമാണ്. നിങ്ങളും മാർഷൽ സോൾ ഹാളും തമ്മിലുള്ള ബന്ധം എന്താണ്? മിസ്സിംഗ് ആകുന്ന സോൾ മാസ്റ്റേഴ്സ് എല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? അത് കേട്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് മാർഷൽ സോൾ ഹാളുമായിട്ട് ഒരു ബന്ധവുമില്ല. ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ഹൈ ലെവലിലായിരുന്നേനെ. മിസ്സിംഗ് ആയിട്ടുള്ള സോൾ മാസ്റ്റേഴ്സിനെ കുറിച്ച് ഒരറിവും ഞങ്ങൾക്കില്ല. എല്ലാവരും അതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ നീ അനാവശ്യമായിട്ടുള്ള റൂമേഴ്സ് സ്പ്രെഡ് ചെയ്ത് നിന്നെ തന്നെ അപകടത്തിലാക്കാൻ ശ്രമിക്കരുത്. നീ ഹാൻസം ആണ്, കഴിവുള്ളവനാണ്. അങ്ങനെ അവനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി സംസാരിച്ച് പതുക്കെ രക്ഷപ്പെടാമെന്നാണ് അവർ കരുതിയത്. പക്ഷേ ഒത്തില്ല. പിന്നെ കാണിക്കുന്നത് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീബി ഡോങ്ങിനെയാണ്. അപ്പോഴും അവളുടെ ഭർത്താവിന്റെ ഓർമ്മകളാണ് അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്നോട് വെറുപ്പാണ് എന്നറിയാം, അതേപോലെ തന്നെ നിന്നെയും ആരും സ്നേഹിക്കാൻ ഞാൻ അനുവദിക്കില്ല. നമ്മുടെ മകൾ പോലും നിന്നെ വെറുക്കുന്നു. ദേഷ്യത്തോടെ ബീബി ഡോങ് അപ്പോൾ അയാളുടെ കഴുത്തിന് പിടിച്ച് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഈ കോണ്ടിനെന്റിൽ വേറെ ആർക്കുമില്ലാത്ത ഒരു കഴിവ് നിനക്കുണ്ട്. നിനക്ക് ട്വിൻ മാർഷൽ സോൾ ഉണ്ട്. നീ തന്നെയാണ് എന്റെ ശിഷ്യരിൽ ഏറ്റവും കഴിവുള്ളവളും. അതുകൊണ്ട് തന്നെ നീ ഒരു പുരുഷനും സ്വന്തമാകാൻ ഞാൻ അനുവദിക്കില്ല. പെട്ടെന്ന് സുബോധത്തിലേക്ക് വരുമ്പോൾ ഹുലീന അങ്ങോട്ട് വരുന്നു. ടാങ്സാനെ കുറിച്ചാണ് അവൾ പറയുന്നത്. അവന് ഡീമൺ ഡൊമൈൻ മാത്രമല്ല മറ്റൊരു ഡൊമൈൻ കൂടി ഉണ്ട് എന്ന് അവൾ പറയുന്നു. ബീബി ഡോങ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവിടെ വെച്ച് തന്നെ നീ അവനെ കൊന്നില്ല എന്ന്. അതിനുത്തരമായിട്ട് ഹുലീന പറയുന്നത് അവൻ എപ്പോഴും വളരെ കെയർഫുൾ ആയിരുന്നു. ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് മാർഷൽ സോൾ ഹാളിനെ പ്രശ്നമാകും എന്ന് കൂടി കരുതിയിട്ടാണ് ഒന്നും ചെയ്യാതിരുന്നത് എന്ന് പറയുന്നു. ബീബി ഡോങ് അപ്പോൾ പറയുകയാണ് അവനെ കണ്ടുപിടിച്ച് അവനെ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കൂ. അവൻ നമുക്ക് യൂസ്ഫുൾ ആവുന്നില്ല എങ്കിൽ അവനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കൂ. കാരണം അവൻ നിനക്ക് മാത്രമല്ല ഭാവിയിൽ മാർഷൽ സോൾ ഹാളിന് തന്നെ വലിയ ഭീഷണിയായി തീർന്നു വരാം. അവൻ ഹോത്തിയാൻ സെക്റ്റിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബീബി ഡോങ് ചോദിച്ചിരുന്നു ഇനി അവൻ ടാങ്സാൻ ആണോ എന്ന്. എന്നാൽ താൻ അവനെ ശരിക്കും നിരീക്ഷിച്ചതാണ്. അവൻ ടാങ്സാൻ അല്ല എന്ന് ഹുലീന തറപ്പിച്ച് പറഞ്ഞിരുന്നു. ടാങ്സാനെ ഇഷ്ടമായതുകൊണ്ട് ടാങ്സാന്റെ ഓർമ്മകൾ അവളിൽ നിന്ന് വിട്ടുമാറാത്തത് കൊണ്ടായിരിക്കാം ടാങ്സാനെ പറ്റിയൊക്കെ ബീബി ഡോങ്ങിനോട് പറഞ്ഞത്. പക്ഷേ ഇതിപ്പോ പണിയായി പോയല്ലോ എന്ന് അവൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ സില്ലി ആയിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും നീ ചെയ്യേണ്ട, യാണിന് ഇക്കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചാൽ മതി എന്നാണ് ബീബി ഡോങ് പറയുന്നത്. ഹുലീനയ്ക്ക് കൊടുക്കുന്ന ഉത്തരവാദിത്തം സോൾ മാസ്റ്റേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതുമായിരുന്നു. എന്നാൽ അവനെ അവർക്ക് കണ്ടാൽ മനസ്സിലാകില്ല. ഞാൻ അവന്റെ കൂടെ കുറെ നാൾ ഉണ്ടായതാണ്, അതായത് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന രീതിയിലുള്ള ഒരു ടോക്കാണ് ബീബി ഡോങ്ങിനോട് പറയുന്നത്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല. അവസാനം ബീബി ഡോങ് പറയുകയാണ് ശരി എങ്കിൽ നീ തന്നെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളൂ, പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്തു തീർക്കണം. അതിനുശേഷം ആളുകളെ ഓരോ ദൗത്യങ്ങൾക്ക് വേണ്ടി തിരിച്ചുവിടുന്ന സമയത്ത് യാൻ ഹുലീനയോട് ചോദിക്കുന്നുണ്ട് ഈ സില്ലി ആയിട്ടുള്ള കാര്യത്തിന് ഞാൻ പോയാൽ പോരെ. ഹുലീന അപ്പോൾ പറയുകയാണ് നീ അവന് മാച്ചേ അല്ല. അത് കേട്ട് ദേഷ്യമാകുന്ന യാൻ അവന്റെ ശക്തി കാണിക്കുന്നു. ഡെത്ത്
എസ്റ്റുവാരിയിൽ പ്രാക്ടീസ് ചെയ്ത് അവൻ അവന്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ക്രിസന്തും നേരത്തെ പറഞ്ഞിരുന്നല്ലോ. എന്നാൽ അത് കണ്ട് ഹുലീന അവളുടെ ഡീമൺ ഡൊമൈൻ അവന്റെ നേരെ പ്രയോഗിക്കുന്നു. അപ്പോഴേക്കും അവന്റെ തീ അണഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ട് ഹുലീന പറയുകയാണ്, ആദ്യം നീ എന്നെ പരാജയപ്പെടുത്ത്. യാണിന് അതെല്ലാം കേട്ട് ദേഷ്യമാകുന്നുണ്ട്. യാൻ ചോദിക്കുകയാണ്, നിനക്ക് അവനെ അത്രക്ക് ഇഷ്ടമാണോ? അതും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നാൽ ഹുലീന അവനോട് കയ്യിൽ നിന്ന് വിടാൻ പറയുന്നു. യാൻ ആകട്ടെ ഒരു വിധത്തിൽ കൈ വിട്ടതിന് ശേഷം പറയുകയാണ്, ഞാനും നിന്റെ കൂടെ വന്നോട്ടെ. എന്നാൽ അതിനും ഹുലീന സമ്മതിക്കുന്നില്ല. അവൾ അവിടുന്ന് പോകുന്ന സമയത്ത് ഉച്ചത്തിൽ യാൻ പറയുന്നുണ്ട്, അവൻ ഹോത്തിയാൻ സെക്റ്റിൽ നിന്നുള്ളതാണ്, നിങ്ങൾ ശത്രുക്കളാകാൻ വിധിക്കപ്പെട്ടവരാണ്. യാണിന് ഹുലീനയോട് ചെറിയ ഇഷ്ടമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ടാങ്സാനെ ആകട്ടെ ഫാദർ തിയാൻഡുവോ സിറ്റിയിലെ മൂൺ പൗലിയനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ ഒരു സ്ഥലം കാണിച്ചുകൊണ്ട് ടാങ്സാന്റെ ഫാദർ പറയുകയാണ്, ഇനി മുതൽ നീ പഠിക്കാൻ പോകുന്നത് ഇവിടെയാണ്. അവനോട് മുഖം മൂടി വെക്കാനും പറയുന്നുണ്ട്. എന്താണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉള്ളിലുള്ള ഡീമിനെ കൺട്രോൾ ചെയ്യാനാണെന്നും പറയുന്നു. ആ സ്ഥലത്തിന്റെ മുമ്പിൽ വെച്ച് മാർഷൽ സോൾ ഹാളിന്റെ ആളുകൾ ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാർഷൽ സോൾ ഹാള് കഴിവുള്ള സോൾ മാസ്റ്റേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ആ സ്ത്രീ മാർഷൽ സോൾ ഹാളിൽ നിന്ന് വന്നവരോട് അവിടുന്ന് പോകാൻ ആവശ്യപ്പെടുകയാണ്. കാരണം വേറൊന്നുമല്ല, ശബ്ദമില്ലാതെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. മാർഷൽ സോൾ ഹാളിലെ ആളുകൾ വന്ന് അവിടെ ഒരുപാട് ബഹളം ഉണ്ടാക്കിയിരുന്നു. അത് മാത്രമല്ല, അവിടുത്തെ സ്റ്റുഡൻസിന് മാർഷൽ സോൾ ഹാളിൽ ചേരുവാൻ ഒന്നും താല്പര്യമില്ല. അതിൽ ദേഷ്യമാകുന്ന അവർ ആ സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നു. എന്നാൽ അപ്പോഴേക്കും ടാങ്സാന്റെ ഫാദർ അവിടെ എത്തി അവരുടെ കയ്യിൽ പിടിച്ച് കൈ പതുക്കി ഓടിച്ച് അവരെ ദൂരേക്ക് എറിയുന്നു. അതിനുശേഷം ഒരു പ്രത്യേക സന്ദേശവുമായിട്ട് അവർ വന്നിരിക്കുന്ന കാര്യം അവിടെയുള്ള യു എന്ന സ്ത്രീയെ അറിയിക്കാൻ പറയുന്നു. യു ആണ് അതിന്റെ ഹെഡ്. ആ സ്ത്രീ അവിടുന്ന് പോയി കഴിയുമ്പോൾ മാർഷൽ സോൾ ഹാളിലുള്ളവർ ടാങ്സാനെയും ടാങ്സാന്റെ ഫാദറിനെയും അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ടാങ്സാൻ ആകട്ടെ അവന്റെ ഹാമർ കൊണ്ട് നല്ലൊരു അറ്റാക്ക് തന്നെ അവർക്ക് കൊടുക്കുന്നു. അതിൽ പേടിച്ച് അവർ അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. അകത്ത് കയറി കഴിയുമ്പോഴാണ് യുവും ടാങ്സാന്റെ ഫാദറും അറിയാവുന്നവരെ പോലെ പരസ്പരം നോക്കുന്നത്. യു ടാങ്സാന്റെ ഫാദറിന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ ടാങ്സാൻ അവന്റെ ഡീമൺ ഡൊമൈൻ ആ സ്ത്രീയുടെ നേരെ പ്രയോഗിക്കുന്നു. എന്നാൽ അതൊന്നും തന്നെ അവർക്ക് ഏൽക്കുന്നില്ല. അവരുടെ സോൾ റിങ്ങുകൾ ഇതേ സമയം കാണിക്കുന്നുണ്ട്. അവർക്ക് വലിയ സോൾ റിങ്ങുകൾ ഒന്നുമില്ല. എന്നിട്ട് പോലും ടാങ്സാൻ അവരെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ടാങ്സാൻ ഫാദറിനോട് കെയർഫുൾ ആയിരിക്കാൻ പറയുന്നു. അവന്റെ ഡീമൺ ഡൊമൈനെ പോലും ഇല്ലാതാക്കാനുള്ള ശക്തി അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ കൂളായിട്ട് ടാങ്സാന്റെ ഫാദർ പറയുകയാണ്, നിന്റെ മുഖം മൂടി ഊരിക്കോളൂ. ശേഷം ടാങ്സാനെ തന്റെ മകനാണെന്ന് പറഞ്ഞ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ടാങ്സാനോട് ഇത് നിന്റെ ആന്റി ആണെന്നും പറയുന്നു. ടാങ്സാൻ ആണെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത്, ഇവരൊക്കെ ആരാണ് എന്നൊക്കെ വ്യക്തമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ടാങ്സാന്റെ ഫാദർ ആകട്ടെ യുവിനോട് തുടർന്ന് പറയുകയാണ്, ഇവൻ നെതർ വേൾഡ് സിറ്റിയിൽ നിന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഡീമൺ ഡൊമൈൻ ആർജിച്ചിട്ടുണ്ട്. നിനക്ക് മാത്രമേ നല്ല രീതിയിൽ ഇവനെ സഹായിക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് ഇവന്റെ ഉത്തരവാദിത്തം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ടാങ്സാന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ സ്ത്രീ പറയുകയാണ്, ഡ്രസ്സ് മാറിയിട്ട് വരൂ. ഇനി മുതൽ നീ ഇവിടെയായിരിക്കും പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം ടാങ്സാൻ അവിടുന്ന് പോയി കഴിയുമ്പോൾ ടാങ്സാന്റെ ഫാദറിന്റെ കയ്യിൽ പിടിച്ച് ആ സ്ത്രീ കരയുന്നു. ടാങ്സാന്റെ ഫാദർ അപ്പോൾ അവരെ കളിയാക്കുന്നുണ്ട്. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.